പാർലമെന്റിൽ ഉന്തും തള്ളും. എംപിമാർ ഹോസ്പിറ്റലിലായി. അത്യധികം നാടകീയമായ സംഭവങ്ങളാണ് നമ്മുടെ പാർലമെന്റിൽ സംഭവിച്ചത്. BJP കോൺഗ്രസ് എംപിമാർ പരസ്പരം ഉന്തും തെള്ളിലും ഏർപ്പെടുകയും പിടിച്ചു തെള്ളുകയും ഒക്കെ ചെയ്യുകയും അതോടൊപ്പം രാഹുൽ ഗാന്ധി തന്നെ പിടിച്ചു തെള്ളിയെന്ന ആരോപണവുമായി പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന MP വരികയും അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തു. राहुल गांधी एक MP को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया। किसने धक्का मारा? राहुल गांधी ने? हाँ, राहुल गांधी ने। राहुल गांधी ने धक्का मारा? राहुल गांधी। कौन सी जगह पे सर? വളരെ നാടകീയമായ സംഭവങ്ങളാണ് നമ്മുടെ പാർലമെന്റിൽ അരങ്ങേറിയത്. അംബേദ്കറെ കുറിച്ചുള്ള അമിത്ഷായുടെ ഒരു പരാമർശം വലിയ വിവാദമായി. ഇന്ന് എല്ലാവരും ഒരു ഫാഷൻ എന്ന രീതിയിൽ അംബേദ്കർ 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 എന്നൊന്ന് പറയുന്നു എന്ന് പറഞ്ഞ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന പ്രതിപക്ഷ നിരയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായ സഭ. അതിനുശേഷമുള്ള സംഭവങ്ങളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ കോൺഗ്രസ് MPമാരെ BJP MPമാർ കായികമായി തടഞ്ഞുവെന്നും രാഹുൽ ഗാന്ധി അതിശക്തമായി പ്രതികരിച്ചു എന്നും രാഹുൽ ഗാന്ധി അങ്ങനെ കിരൺ റിജു രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ജുജുത്സുവും കരാട്ടയുമാണോ ഇവിടെ നടന്നതെന്ന ചോദ്യമൊക്കെ ഉന്നയിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി അങ്ങനെ പിടിച്ചു തള്ളുകയും മറ്റും ചെയ്ത് പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന MP ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറയപ്പെടും. രാഹുൽ ഗാന്ധിയുടെ മറുവാദം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ MPമാർ പിടിച്ചു തള്ളിയതെന്നും തന്നെയും പ്രിയങ്ക ഗാന്ധിയെയും ഖർഗേജിയുമാണ് യഥാർത്ഥത്തിൽ ഇവർ തടഞ്ഞതെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ മറുവാദം. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ 3 BJP MPമാർ ചേർന്ന് മാൻ ഹാൻഡിൽ ചെയ്തു എന്നും മറ്റും ശ്രീ KC വേണുഗോപാലും മാണിക്യം ടാഗോറും ഒക്കെ ലോക്സഭാ സ്പീക്കർ ഓം പ്രകാശ് ബിർള അദ്ദേഹത്തിനോട് അലജിയിട്ടുണ്ട്. അങ്ങനെ അത്യധികം പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ശ്രീ ഓം ബിർളയ്ക്കുള്ള എഴുത്തടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ കായികമായും ഫിസിക്കലിയും തടഞ്ഞു. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കായികമായൊരു സംഘടനത്തിനുള്ള വേദി അല്ല നമ്മുടെ പാർലമെന്റ്. കായികമായിട്ടുള്ള ആശയപരമായ സംഘടനകളാണ്. കായികമായിട്ടോ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളല്ല. പകരം ആശയപരമായ പ്രത്യയശാസ്ത്രപരമായ ദാർശനികപരമായ തർക്കങ്ങളാണ് അവിടെ വേണ്ടത്. ഇതിനിടയ്ക്ക് പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന വ്യക്തി 69 വയസ്സായി. അദ്ദേഹവും മുകേഷ് രാജ്പുത്തും താഴെ വീണുവെന്നും PM മോദി പ്രധാനമന്ത്രി മോദി നേരിട്ടിടപെട്ട് ഈ രണ്ടുപേരെയും ഫോൺ വിളിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട്. ഖർഗേജി ലോക്സഭാ സ്പീക്കർക്ക് എഴുതുകയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എൻക്വയറി ഇതിൽ വേണ്ടതാണ്. രാഹുൽ ഗാന്ധിയെ പിടിച്ചു തള്ളിയപ്പോൾ അദ്ദേഹത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അതിശക്തമായ രീതിയിൽ ഇന്ത്യക്ക് അഭിമാനമുണ്ടാക്കാത്ത രംഗങ്ങളാണ് നമ്മുടെ പാർലമെന്റിൽ അരങ്ങേറിയത്. ഒരിക്കലും MPമാർ കായികമായി പരസ്പരം തല്ലുകൂടരുത്. കായികമായി തല്ലുകൂടുന്നത് നമ്മുടെ ലോകസഭയുടെ യശസ്സിനെ കുറയ്ക്കുകയാണ്. ആ രീതിയിൽ വളരെ മോശകരമായ ഒരു പ്രവണതയാണ് ഉണ്ടായത്. ഇതിൽ എന്താണ് എൻക്വയറിയിൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നതെന്ന് അറിയില്ല. കൂടുതൽ കാര്യങ്ങൾ അവെയിറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ആശയം തന്നെ ആശയ സംഘടനമാണ്, കായിക സംഘടനമല്ല. ഐഡിയോളജിക്കൽ ബാറ്റിലാണ്, സൈക്കോളജിക്കൽ ബാറ്റിലാണ്, മെന്റൽ ബാറ്റിലാണ്, ആശയങ്ങളുടെ സംഘടനമാണ്, അല്ലാതെ വ്യക്തികളുടെ സംഘടനമല്ല. ഒരു കാരണവശാലും ഇത് നമ്മുടെ പാർലമെന്റിന് ശോഭ നൽകുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ എൻക്വയറി ഉണ്ടാകട്ടെ. ഇനിയും ഇതിന്റെ പേരിൽ ആർക്കെന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള സാധ്യത കുറവാണ്. പകരം ഇനിയും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ലോക്സഭയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.